രാവിലെ വന്നപ്പോൾ തന്നെ എനിക്ക് ഒരു നറുക്കിട്ട് ഒരു ടാസ്ക്കാണ് തന്നിട്ടുള്ളത്, വിഷയത്തെക്കുറിച്ച് ആസ്പദമാക്കി സംസാരിക്കാനുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള വിഷയം പ്രണയവിവാഹം, അറേഞ്ച്ഡ് മാരേജുമാണ്. നമ്മൾ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രണയവിവാഹം എന്ന് പറഞ്ഞാൽ നമ്മൾ മാതാപിതാക്കൾ കുട്ടികളെ വളർത്തി വലുതാക്കി അവർക്കെല്ലാം ഓരോ സങ്കല്പങ്ങളുണ്ടാവും. ഈ കുട്ടിയെ വളർത്തി നല്ലൊരു നിലയിലെത്തിക്കണം, അതുപോലെ പഠിച്ച് നല്ലൊരു ജോലി കിട്ടണം എന്നൊക്കെയുള്ള ഒരു രീതിയിൽ വളർത്തി കൊണ്ടുവരുമ്പോൾ കൂട്ടുകെട്ടുകളിൽ നിന്നും ചിലപ്പോൾ ചെറിയ രീതിയിലാവും സൗഹൃദം ആദ്യം തുടക്കം. പിന്നീട് അത് വളർന്ന് വലുതായി ഇതുപോലെ കൂട്ടുകാർ ആദ്യം നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് കരുതുക എന്നുണ്ടെങ്കിലും പിന്നീട് ഇവരുടെ പ്രായം കൂടുന്തോറും ഇവർക്ക് അതുപോലെ സ്നേഹം, അതുപോലെ പ്രണയം എന്ന രീതിയിലേക്ക് വഴിമാറുകയും രക്ഷിതാക്കളെയും മറ്റും അവഗണിച്ച് ഇവരാ പ്രണയത്തെ കൂടുതൽ അതിലേക്ക് വഴിതിരിഞ്ഞ് നമ്മളെ കുടുംബാന്തരീക്ഷത്തെ തന്നെ വളരെ മോശമായ രീതിയിൽ ആക്കുന്ന രീതിയിലുള്ള വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. പ്രണയവിവാഹം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി രക്ഷിതാക്കളെയും മാതാപിതാക്കളെയൊക്കെ അനുവാദത്തോടു കൂടി ചെയ്യുന്ന വിവാഹങ്ങളുമുണ്ട്. അതുപോലെയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. ഇത് അറേഞ്ച്ഡ് മാരേജ് ആയാലും പ്രണയവിവാഹമായാലും പരസ്പരം മനസ്സിലാക്കി ജീവിച്ചു പോരുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട്. ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നില്ല, പക്ഷേ വാക്കുകൾ. പ്രണയവിവാഹം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മൾ ആരെയും വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ജീവിതമായി മാറും. താൽക്കാലിക സുഖത്തിന് വേണ്ടി ചിലപ്പോൾ അവർ കുറച്ചു കാലം ജീവിക്കും, പക്ഷേ അവർക്ക് ജീവിതത്തിൻ്റെ ശരിയായ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഈ പ്രണയവിവാഹം അവർക്ക് ഒരു ബുദ്ധിമുട്ടായി മാറും. അത് ജീവിതത്തിലേക്ക് കടക്കുമ്പോഴേ അതിനെക്കുറിച്ചുള്ള അവസ്ഥ മനസ്സിലാവുകയുള്ളൂ. ഈ കൗമാരത്തിലും ഇതുപോലെയുള്ള ഈ പ്രായത്തിൽ പ്രണയവിവാഹം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കതിൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ മുഖങ്ങളിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് കഴിയുന്നതും പ്രണയവിവാഹമായാലും അറേഞ്ച്